യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുന്നത് ദൈവവചനമാണ്. ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. ഈ വിലപ്പെട്ട അനുഭവങ്ങളാണ് ഓരോ ദിവസത്തെയും ശുശ്രൂഷകളിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന ദൈവവചനത്തിലൂടെ നാം അനുഭവിക്കുന്നത്. ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിച്ചുകൊണ്ടാണോ ഈ വചനം ഇന്ന് കേൾക്കുന്നത്? എന്നെ ഇന്നലെ പ്രാർത്ഥനയിൽ കണ്ട 1-2 പേര് പറഞ്ഞു, ഞങ്ങൾ ജീവിതത്തിൽ മടുത്തു, ഇനി ഒരു സ്റ്റെപ്പ്, ഒരു സെക്കൻഡ് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്തൊരു നിലയിലാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ വിഷമിക്കുന്നവരുണ്ട്. സാമ്പത്തികം കൊണ്ട് മാത്രമല്ല, സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിൻ്റെ കുറവ് കൊണ്ട്, നിരന്തരമായ വഴക്ക് കൊണ്ട്, നിരന്തരമുള്ള പ്രയാസങ്ങൾ കൊണ്ട്, നിരന്തരം അനുഭവിക്കേണ്ടി വന്ന വെല്ലുവിളികൾ കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത നിലയിൽ, ജീവിക്കണോ ഇനി വേണ്ടയോ എന്നുപോലും ചിന്തിക്കുന്ന തരത്തിൽ അലട്ടുന്ന പ്രയാസങ്ങളുടെ നടുക്ക് നിൽക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ദൈവത്തിൻ്റെ കരം ഇന്ന് നിങ്ങളെ ചേർത്ത് പിടിക്കും. ദൈവത്തിൻ്റെ ശക്തമായൊരു സഹായം ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടും. വചനം കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹവും സൗഖ്യവും അകന്നകന്നു പോവുകയല്ല, അടുത്തടുത്ത് വരാൻ തുടങ്ങും. ഇന്ന് നമുക്ക് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ വചനം കേൾക്കാൻ ഒരുങ്ങാം. നിങ്ങൾ ആരൊക്കെയാണ് ഈ വചനം ഇന്ന് കേൾക്കുന്നത്, അവരെയൊക്കെ ഈ വചനം സ്വാധീനിക്കാനിടയാകണമേ. ഈ വചനത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ശകലം കേട്ടാൽ പോരാ, അത് മുഴുവനായി കേൾക്കാനിടയാകണമേ. ഈ വചനം അവർക്കൊരു അനുഭവമാകണമേ. ഇന്നൊത്തിരി പുതിയ ആളുകൾ വചനം കേൾക്കാനിടയാകണമേ. കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പോലും വചനം കേൾക്കാതെ പോകരുത്. ശ്രദ്ധയോടെ കേൾക്കാനുള്ള അനുഗ്രഹം കൊടുക്കണമേ. ഈ വചനം കേൾക്കുമ്പോൾ ആ വ്യക്തിയും ആ വ്യക്തി ഉൾപ്പെടുന്ന വീടും അനുഗ്രഹിക്കപ്പെടണമേ. ആ വ്യക്തിയുടെ പ്രിയപ്പെട്ട ഓരോ കാര്യങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ വചനം കേൾക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 5-6 വാക്യങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 5-6 വാക്യങ്ങൾ. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. മീൻ പിടിക്കാൻ പോയി ഒന്നും കിട്ടാത്ത സാഹചര്യത്തിലാണ് യേശു അവരോട് ചോദിച്ചത്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതും ഉണ്ടോ? ഇല്ല എന്നവർ സത്യസന്ധമായൊരു ഉത്തരവും പറഞ്ഞു. 6-ാമത്തെ വാക്യം, അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലത്തുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിൽ അകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ കഴിഞ്ഞില്ല. അത്രയധികമായി മത്സ്യങ്ങളെ അവർക്ക് സമർത്ഥമായിട്ട് കിട്ടി. ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്ന ഈ വചനം നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്, മനഃപ്പാഠമാണ്, അതെനിക്കറിയാം. ഒരുപക്ഷെ ഇത്രയും ശ്രദ്ധിക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം ചിലപ്പോൾ. യേശു അവരുടെ ജീവിതത്തിൻ്റെ ആ വള്ളത്തിൻ്റെ അടുത്തു വന്നപ്പോൾ അവർക്ക് കിട്ടേണ്ട അനുഗ്രഹവും അടുത്തു വന്നു, ദൂരോട്ട് പോയില്ല. ദൈവത്തോടൊരാൾ അടുക്കുമ്പോൾ, ഒരാൾ വചനത്തോടടുക്കുമ്പോൾ അനുഗ്രഹവും സൗഖ്യവും നന്മയും ആ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും അടുത്തടുത്ത് വരും. അതകലെ പോകില്ല, അടുത്തു വരും. നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? എന്നാൽ നിങ്ങൾ ഇത്ര ദൂരോട്ട് വള്ളം മുന്നോട്ട് ഓടിക്ക്, മുന്നോട്ട് പോട്ടെ,
അവിടെ ഒന്നും കൂടെ വലയിടാനല്ല പറഞ്ഞ്, അവിടെ തന്നെ യേശു പറഞ്ഞു, നിങ്ങൾ വലതുവശത്ത്, ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ വലതുവശത്ത് വലയിടുക. അപ്പോൾ അവർക്ക് ധാരാളം മത്സ്യം കിട്ടിയെന്നാണ്. നമ്മൾ ഇച്ചിരി ചിന്തിക്കാനുണ്ട്. യേശു അവരുടെ ജീവിതത്തോടടുത്തപ്പോൾ, യേശുവിൻ്റെ വചനം അവർ അനുസരിച്ചപ്പോൾ അനുഗ്രഹവും തൊട്ടടുത്ത് വന്നു. അല്ലെങ്കിൽ മത്സ്യങ്ങൾ അവരുടെ അടുത്ത് ആ വലതുവശത്തുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പലരുടെയും ജീവിതത്തിൽ അവർ അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ റിസൾട്ട് ഒരുപാട് അകലെയാണ്. നമ്മൾ ദൈവത്തോടടുക്കുമ്പോഴാണ് അനുഗ്രഹവും അടുത്തു വരുന്നത്. വചനത്തോടൊരാൾ അടുക്കുമ്പോൾ ആ വചനത്തിലെ നന്മകളും ആ വ്യക്തിയോടും കുടുംബത്തോടും അടുത്തടുത്തു വരും, അകന്നകന്ന് പോകില്ല. ദൈവം അടുത്തുള്ളപ്പോൾ അവരുടെ അധ്വാനത്തിൻ്റെ ഫലവും വളരെ അടുത്താണ്. യേശു അവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നു നിന്നപ്പോഴോ അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, ഒരു മത്സ്യത്തെയും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല എന്നവർ പറയുന്നുണ്ട്. ഇപ്പോൾ അധ്വാനിച്ചപ്പോഴോ ഒരു നിമിഷം കൊണ്ട് വലയെ വലിച്ചു കയറ്റാൻ പറ്റാത്ത വിധം ആധിക്യത്തിൽ സമൃദ്ധമായ മത്സ്യങ്ങളെ കിട്ടിയെന്നാണ്. ഇതൊരു സൂചനയാണ്. നമുക്ക് ദൈവത്തോടടുത്ത് വരണം, വചനത്തോടടുത്ത് വരണം. അപ്പോൾ ദൈവാനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തോട് അടുത്തടുത്ത് വരും. നന്മകൾ അടുത്തു വരും, നമ്മുടെ അടുത്ത് വരും. ചില വിടുതലുകൾ അടുത്തു വരും, ചില സൗഖ്യങ്ങൾ അടുത്തു വരും, ആ സമാധാനം അടുത്തു വരും, ആ സ്വസ്ഥത അടുത്തു വരും, ആ വിടുതൽ അടുത്തു വരും. ആ തടസ്സങ്ങൾ മാറി ആ നന്മയിലേക്ക് പ്രവേശിക്കുന്ന കാര്യം അടുത്തു വരും. ശ്രദ്ധിച്ചോ, ദൈവം ഒരാളുടെ ജീവിതത്തോടടുക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒരാൾ ദൈവത്തോടടുക്കുമ്പോൾ, വചനത്തോടടുക്കുമ്പോൾ അനുഗ്രഹങ്ങൾ അകന്നകന്നു പോകില്ല, ദൂരോട്ട് പോകില്ല. പണ്ടത്തെ കഥയിൽ പറയുന്നത് പോലെ നിധി കുഴിച്ചെടുത്ത് കണ്ടുപിടിക്കാൻ പോയി. ആദ്യം പറഞ്ഞു ഇവിടെ നിധിയുണ്ട്, കുഴിച്ചു ചെന്നപ്പോൾ നിധി അപ്പുറത്താണെന്ന്. അങ്ങനെ ആ പ്രദേശം മുഴുവൻ കുഴികൾ കൊണ്ട് നിറഞ്ഞു, നിധി കിട്ടിയോ ഇല്ല. അങ്ങനെയല്ല, വെറുതെയുള്ള അധ്വാനമല്ല. നിധി കണ്ടെത്താൻ പോയി കുഴിക്കുന്ന ഒരാളെ പോലെയല്ല. അത് ഇവിടെ കുഴിക്കുമ്പോൾ അപ്പുറത്താണ്, ഇതൊരിക്കലും കിട്ടിയേയില്ല. അങ്ങനത്തെ കിട്ടാക്കനിയല്ല ദൈവം. നമ്മൾ ദൈവത്തോടടുക്കുമ്പോൾ ആ അനുഗ്രഹവും അടുത്തു വരും. നമ്മുടെ അധ്വാനം അനുഗ്രഹമാവും, നമ്മുടെ ജീവിതം സന്തോഷത്തിലാകും, സമാധാനത്തിലാകും, സ്വസ്ഥതയിലാകും, നന്മയിലാകും. ആ നന്മ നമ്മുടെ കുടുംബത്തിനകത്തൊരു അനുഗ്രഹമായിട്ട് മാറും. ഇന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ വചനം കേൾക്കുമ്പോൾ, കർത്താവേ, വചനം കേൾക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അകന്നകന്നു പോവല്. ഒന്നും ദൈവികമായി ഞങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അകന്നകന്നു പോകല്. ഞങ്ങൾ ദൈവത്തോടടുക്കുന്നു, ഞങ്ങൾ അങ്ങയുടെ വചനത്തോടടുക്കുന്നു, അങ്ങയുടെ സ്നേഹത്തോടടുക്കുന്നു. വിശ്വാസത്തിൽ അത് ഒരു വാക്കു മാത്രമല്ല, ഹൃദയത്തിൽ അത് പറയാൻ കഴിയുമോ തീരുമാനത്തോടെ? ഞങ്ങൾ ദൈവത്തോടടുക്കുന്നു. എൻ്റെ മക്കളും ഞാനും കുടുംബവും ദൈവത്തോടടുക്കുന്നു, ദൈവവചനത്തോടടുക്കുന്നു. അടുക്കുമ്പോൾ ഉറപ്പാണ് അനുഗ്രഹവും അടുത്തടുത്ത് വരും, നന്മകളും അടുത്തടുത്ത് വരും, ആ വിടുതൽ അടുത്തടുത്ത് വരും, ആ സൗഖ്യം അടുത്തടുത്ത് വരും, ആ പുതിയ വഴി തുറക്കുന്ന അനുഭവം അടുത്തടുത്ത് വരും. എന്തു കാര്യവും അകന്നകന്നു പോകില്ല, അടുത്തടുത്ത് വരും. ഇന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ അനുഗ്രഹം ഈ വചനത്തിലൂടെ സ്വീകരിക്കാൻ. കർത്താവ്, ഈ വചനത്തിലൂടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ഭവനത്തിൽ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന, ഇത് അയച്ചു കൊടുക്കുന്ന, എഴുതി വയ്ക്കുന്ന, ഇത് ധ്യാനിക്കുന്ന, ഇത് അനേകരോട് പറയുന്ന, ഈ സുവിശേഷ വേലയിൽ പങ്കാളിയാകുന്ന സകലരുടെ മേലും ദൈവത്തിൻ്റെ സകല നന്മകളും ഉണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. ശരീരത്തിൻ്റെ അകവും പുറവും ദൈവമേ സൂക്ഷിക്കണമേ. സമാധാനം നിറയണമേ.
ആരുടെ മുമ്പിലും കൈനീട്ടി ചെല്ലുന്നൊരു സാഹചര്യം ഉണ്ടാകാതെ ഞങ്ങൾക്ക് ആവശ്യമായത് നൽകി ഭൗതികമായും ആത്മീയമായും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൗതികമായും ആത്മീയമായും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഇടതുവശത്ത് 1000-ങ്ങളും വലതുവശത്ത് 10,000-ങ്ങളും വീണേക്കാം, എങ്കിലും നിനക്ക് ഒരനർത്ഥവും വരത്തില്ല. ഈ വചനത്തോട് ചേർന്ന് നിങ്ങളെ മനസ്സുകൊണ്ട് പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. പിള്ളേരുടെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജ്യലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ ആയിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. വൈകുന്നേരത്തെ പ്രാർത്ഥനകളിൽ 7 മണിക്കത്തെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും മറക്കാതെ ഞായറാഴ്ചയാണ്, നിങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഓരോ ഞായറാഴ്ചകളിലും ഡെയിലി ബ്ലെസ്സിങ് പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാളെയും 5:30 തന്നെ വചനം കേൾക്കാൻ ഒരുങ്ങാം. 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം, സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.